നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. ദേശീയഗാനത്തെ അപമാനിച്ചെന്ന കേസിൽ UAPA ചുമത്തിയ നടപടി വിവാദമായതോടെ മുഖ്യമന്ത്രി ഇടപെടുന്നു. KSRTC മിനിമം ചാർജ് വർദ്ധിപ്പിച്ചു. മിനിമം ചാർജ് ഇനി 7 രൂപ. നടപടിക്ക് എണ്ണവില വർധനവിന്റെ പശ്ചാത്തലത്തിൽ പൊട്ടിയ പൈപ്പ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ കുളി സമരം. നോട്ട് പ്രതിസന്ധി, കർഷക രക്ഷ തുടങ്ങിയ ആവശ്യങ്ങളുമായി കർഷക സംഘത്തിന്റെ DFO ഓഫീസ് മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ ഗാനത്തെ അപമാനിച്ചെന്ന കേസിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയ പോലീസ് നടപടി വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു. ദേശീയ ഗാന വിഷയത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ദേശീയ ഗാനത്തെ അപമാനിച്ചെന്ന കേസിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ പോലീസ് നടപടി വിവാദമായതോടെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നത്. ദേശീയ ഗാന വിഷയത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി ഫേസ്ബുക്ക് പേജിൽ അറിയിച്ചു. അതേസമയം നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ദേശീയഗാനം സംബന്ധിച്ച് വിവാദമുണ്ടാക്കുന്നതെന്നും കുറിപ്പിൽ പറയുന്നു. എഴുത്തുകാരൻ കമൽ സി ചവറയ്ക്കെതിരെ സെക്ഷൻ 124A പ്രകാരം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് വാർത്തകളിൽ കൂടി അറിയാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. VSന് പിന്നാലെ പോലീസ് സേനയെ വിമർശിച്ച് കോടിയേരി ബാലകൃഷ്ണനും. കലാകാരനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് പോലീസിന്റെ തോന്നിവാസമാണെന്ന് കോടിയേരി പറഞ്ഞു. VS അച്യുതാനന്ദന് പിന്നാലെ പോലീസ് സേനയെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും. പോലീസിൽ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുണ്ട്, ഇവർക്കെതിരെ കർശന നടപടി വേണമെന്നും കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ UAPA ചുമത്തരുത്. ഭീകരപ്രവർത്തനം തടയുന്നതിനു വേണ്ടി മാത്രമേ UAPA ചുമത്താവൂ. UAPA ചുമത്തിയ കേസുകളിൽ സർക്കാർ പുനരന്വേഷണം നടത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. നിസ്സാര കേസുകളിൽ UAPA ചുമത്തുന്ന പോലീസ് നടപടി കിരാതമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. BJP പ്രവർത്തകർ നൽകുന്ന പരാതിയിൽ ആർക്കെതിരെയും UAPA ചുമത്താമെന്ന അവസ്ഥ അംഗീകരിക്കാനാവില്ല. മുഖ്യമന്ത്രിക്ക് പോലീസിനുമേൽ അധികാരം നഷ്ടപ്പെട്ടെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Okay, we have to put this away. Come on. What? Yeah. Get started. Venikuta, you ready? Yes. Yes. കുഞ്ഞിന്റെ ഭാവിക്ക് നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസമല്ലേ ആവശ്യം? കോണസ്റ്റോൺ വെറും ഒരു സ്കൂളല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ മറ്റൊരു സ്ഥലവുമില്ല. കോർണർസ്റ്റോൺ ഇന്റർനാഷണൽ സ്കൂൾ ഉദിമോഡ് റാന്നി. കൊച്ചുകൂട്ടുകാർക്കായി കോർണർസ്റ്റോൺ കിഡ്സ് സെന്റർ ഇപ്പോൾ റാന്നിയിലും. വാർത്തകൾ തുടരുന്നു. ഡീസൽ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ KSRTC ബസ് ചാർജ് കൂട്ടി. മിനിമം ചാർജ് 6 നിന്ന് 7 വർദ്ധിപ്പിച്ചു. മിനിമം ചാർജ് 7 നിന്ന് 9 ആക്കണമെന്ന് സ്വകാര്യ ബസ് ഉടമകളും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. KSRTC മിനിമം ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചു. 6 രൂപയിൽ നിന്ന് 7 രൂപയാക്കിയാണ് വർധന. മുൻപ് എണ്ണവില കുറഞ്ഞപ്പോൾ ഗതാഗത മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചാർജ് 7 നിന്ന് 6 കുറച്ചത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ 7 തന്നെ തുടർന്നു. ഇപ്പോൾ എണ്ണവില വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ചാർജ് കൂട്ടാൻ KSRTC നിർബന്ധമായിരിക്കുന്നത്. അതിനിടെ ചാർജ് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. മിനിമം 7 നിന്ന് 9 ആക്കണമെന്നാണ് അവരുടെ ആവശ്യം. കൺസെഷൻ നിരക്കിൽ വർധന വരുത്തുക, കിലോമീറ്റർ ചാർജ് കൂട്ടുക എന്നീ ആവശ്യങ്ങളും ഉടമകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മിനിമം നിരക്ക് 9 ആക്കിയില്ലെങ്കിൽ ജനുവരി 2 വാരം മുതൽ സമരത്തിലേക്ക് പോകാനാണ് അവരുടെ തീരുമാനം. സുകർമ്മ ഹെൽത്ത് ഫൗണ്ടേഷൻ EK നായനാർ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം 21-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മന്ത്രി KK ശൈലജ ടീച്ചർ നിർവഹിക്കും. കമ്പ്യൂട്ടറിന്റെ ഉദ്ഘാടനം രാജു അബ്രഹാം MLAയും സൗജന്യ സ്ഥലത്തിന്റെ രേഖാ കൈമാറ്റം ഫാദർ PA ഫിലിപ്പ് പുളിക്കലാലും മൂട്ടിലും നിർവഹിക്കും. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ടയിലെ ശബരിമല ഇടത്താവളം ഹരിതാഭമാക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 9:30 നടക്കും. 5 ഏക്കറോളം വരുന്ന ഇടത്താവളത്തിന്റെ തുടർ വികസനത്തിന് തടസ്സമാകാത്ത വിധത്തിൽ വൃക്ഷത്തൈ നടാനാണ് പദ്ധതി. പൈപ്പ് പൊട്ടിയൊഴുകുന്ന വെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധം. ചെത്തുങ്കര വാഴേപ്പടി റോഡിലാണ് പൈപ്പ് പൊട്ടി കുളമായ ഇടത്ത്
നാട്ടുകാർ കുളിച്ച് പ്രതിഷേധിച്ചത്. കുടിവെള്ള വിതരണം മാത്രമല്ല, നാട്ടിലാകെ കുളമൊരുക്കാനും നമ്മുടെ വാട്ടർ അതോറിറ്റി വിചാരിച്ചാൽ നടക്കും. സംശയമുണ്ടെങ്കിൽ ഇങ്ങ് ചെത്തോങ്കര വാഴേപ്പടി റോഡ് വരെ ഒന്ന് വന്ന് കണ്ടു നോക്കൂ. കുളമുണ്ടാക്കി അതും നിറച്ച് എന്നിട്ടും മതി വരാതെ എന്നോ കൃഷി നിന്നുപോയ കണ്ടം കൂടി ജലസമൃദ്ധമാക്കി കളഞ്ഞു ഇവർ. കാലം പോയ പോക്ക് നോക്കണേ. ഉണക്ക് തുടങ്ങും മുമ്പേ വെള്ളമില്ലെന്ന് പറഞ്ഞ് കരയുന്ന വേഴാമ്പലുകൾക്ക് ഇതൊന്നും കാണുമ്പോൾ അത്ര സുഖിക്കില്ലെന്നറിയുക. കാരണം സമീപത്തെ കാഞ്ഞിരത്താമല പ്രദേശത്ത് 350ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് ഈ കാഴ്ചയെന്നതാണ് ഏറെ ദുഃഖകരം. ആഴ്ചയിൽ 2500 രൂപ മുടക്കി ടാങ്കറുകളിൽ വെള്ളമെത്തിക്കുന്ന നാട്ടുകാർക്ക് ഒരു പ്രദേശത്ത് നൽകേണ്ട കുടിവെള്ളം ഇങ്ങനെ പാഴാക്കി കളയുന്നത് സഹിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ നിരവധി പരാതികളും അധികൃതരുടെ ബദിരകരണങ്ങളിൽ എത്തിച്ചു. എന്നിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് പെരുവഴിയിലെ കുളത്തിൽ കുളിസമരം നടത്തിയത്. പ്രതിഷേധത്തെപ്പറ്റി ഗ്രാമപഞ്ചായത്ത് അംഗം പറയുന്നത് ഇങ്ങനെ: ഇത് ഈ റോഡിൻ്റെ 100 മീറ്ററോളം മേജർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കണക്ഷൻ പോയിട്ടുണ്ട്. എന്നാൽ യാതൊരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ജലം ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ആർക്കും പ്രയോജനമില്ല. ഈ ഭാഗത്ത് ഒരു 4-5 പൊട്ടലുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റി നേരിട്ട് ചെന്ന് ഞാൻ പ്രശ്നം പറയുകയും അവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അത് ശരിയാക്കുകയും ചെയ്തു. എന്നാൽ അത് പ്രശ്നമുള്ളപ്പോൾ ഒരു അല്പം പൊട്ടൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ശരിയാക്കിയതിന് ശേഷം ഇവിടെ വെള്ളം ഈ പൈപ്പ് കൂടുതൽ പൊട്ടുകയും അടുത്ത കണ്ടം നിറയുകയും ചെയ്തു. 2-3 ദിവസമായിട്ട് മെമ്പർ കാഞ്ഞിരത്താമല നിവാസികളും വാട്ടർ അതോറിറ്റിയിൽ ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറയുകയും, പക്ഷേ അവരിത് ഒരു പ്രാവശ്യം പോലും തിരിഞ്ഞു നോക്കിയുമില്ല. ഇത്രയും വെള്ളം പാഴാകുന്ന അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും യാതൊരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. ഈ അടുത്ത പ്രദേശം എന്ന് പറയുന്ന കാഞ്ഞിരത്താമല പ്രദേശം എന്ന് പറയുന്നത് ജലത്തിന് വളരെയധികം ക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. കാരണം അവർക്ക് പൈപ്പ് കണക്ഷനോ കിണറോ ഒന്നുമില്ല. ഇപ്പോൾ അങ്ങനെ വെള്ളത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഈ സമയത്ത് ഇങ്ങനെ വെള്ളം നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് പ്രദേശവാസികൾക്കും എല്ലാം വളരെയധികം പ്രതിഷേധമുണ്ട്. പമ്പാ നദിയിൽ നിന്ന് കുടിവെള്ള പദ്ധതികൾക്ക് പമ്പ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളമില്ലാതെ കുഴയുമ്പോഴാണ് പമ്പ് ചെയ്ത് വെള്ളം റോഡിൽ കൂടി ഒഴുക്കിക്കളയുന്നത്. കുഴിച്ചിട്ടിരിക്കുന്ന പൈപ്പുകളുടെ കാലപ്പഴക്കമാണ് നിരന്തരം പൈപ്പ് പൊട്ടാൻ കാരണം. ഒരിടത്ത് അറ്റകുറ്റപ്പണി നടത്തി മണ്ണും മൂടുമ്പോൾ അപ്പുറത്ത് വീണ്ടും പൊട്ടും. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വേനൽക്കാലത്താണ് ഈ പരമ്പര എന്നത് ജനത്തെ ഏറെ വലയ്ക്കും. അതിനാൽ തന്നെ പ്രതിഷേധ സമരത്തിൻ്റെ ശക്തിയും കൂടും. ഏറ്റവും വേഗം അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ രൂപം മാറുമെന്ന മുന്നറിയിപ്പാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഒരു സാധാരണക്കാരൻ്റെ കൊച്ചുകുട്ടിക്ക് പോലും അറിയാം, സർക്കാരിൻ്റെ പണം ചെലവാക്കാൻ വേണ്ടി കോൺട്രാക്ടർമാരും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കളിക്കുന്ന വെറും ഒരു നാറിയ കളിയാണെന്ന് പറയാം. ഞങ്ങളുടെ കാഞ്ഞിരത്താമലയിൽ 350 വീട്ടുകാർക്ക് കുടിവെള്ളമില്ല. ഇപ്പോൾ ഞങ്ങൾ വെള്ളം ഇറക്കാൻ തുടങ്ങി. ആഴ്ച ഞങ്ങൾക്ക് 2500 രൂപ വേണം. ഞങ്ങളുടെ വീട്ടിലെ പ്രാഥമിക കൃത്യം വരെ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശത്ത് 2500 രൂപ ഒരാഴ്ച മുടക്കി വെള്ളം കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആ ഒരു ഭാഗത്താണ് ഇവിടെ വെള്ളം വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കുളിസമരമാണ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. നാളെ മുതൽ ഞങ്ങൾ പ്രത്യക്ഷമായി അധികാരികളെ തടയുവാനും അതോടൊപ്പം തന്നെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടികളുമായി ആവിഷ്കരിക്കാൻ വേണ്ടി ഞങ്ങളുടെ മെമ്പറിൻ്റെ നേതൃത്വം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങളും സമരങ്ങളും അങ്ങനെ നടക്കും. പൈപ്പാകുമ്പോൾ പൊട്ടിയെന്നിരിക്കും. കുറച്ച് വെള്ളമൊക്കെ വഴിയെ ഇങ്ങനെ ഒഴുകിയെന്നുമിരിക്കും. സമയമാകുമ്പോൾ ഞങ്ങളത് നന്നാക്കുകയും ചെയ്യും. പക്ഷേ സമയമായില്ല. കാരണം സർക്കാർ കാര്യം മുറ പോലെ. SBTയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ പരിശീലനാർത്ഥികൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം 21 മുതൽ പത്തനംതിട്ട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് വീണ ജോർജ് MLA നിർവഹിക്കും. ഇടവേള. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. വാർത്തകൾ തുടരുന്നു.
നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരം കാണുക, മലയോര കർഷകരെ കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ റാന്നി DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ വികലമായ നോട്ട് നയത്തിനെതിരെയും നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ടും മലയോര കർഷകരെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു കേരള കർഷക സംഘം റാന്നി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കാട്ടുപന്നിയുടെ ശല്യത്തിൽ നിന്ന് കേരളത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കുക, കിഴക്കൻ മേഖലയിലെ കാട്ടുപന്നിയുടെ ശല്യം മൂലം കേരളത്തിലെ കൃഷിക്കാരെ കൃഷിയെ സംരക്ഷിക്കുക, 500,000 നോട്ടുകൾ സാധുവാക്കുന്നതിലൂടെ കേരളത്തിലെ കൃഷിക്കാരുടെ നഷ്ടപ്പെടുത്തി നരേന്ദ്രമോദി സർക്കാരിന്റെ ഇട്ടിയപ്പാറ നിന്ന് തുടങ്ങിയ മാർച്ചിന് ശേഷം ചേർന്ന ധർണ കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി R. തുളസീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലേക്ക് കാട്ടുമൃഗങ്ങൾ, പ്രത്യേകിച്ച് പന്നി പോലുള്ള മൃഗങ്ങളുടെ കൃഷി നശീകരണ പ്രവർത്തനം, അതുമൂലം നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കൃഷിക്കാർ വേറെ പ്രയാസപ്പെടുകയാണ്. അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന് കേരള കർഷക സംഘം ഈ സമരത്തിൽ കൂടി ഇവിടെ ആവശ്യപ്പെടുകയാണ്. കേരള കർഷക സംഘം ഗവൺമെന്റിന്റെ മുമ്പിൽ കർഷക സംഘത്തിന്റെ റാന്നി താലൂക്ക് കമ്മിറ്റിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ നിരന്തരമായ ചർച്ച, വളരെ സജീവമായ ചർച്ച നടത്തി നമ്മുടെ ജില്ലയിൽ മാത്രമല്ല മറ്റ് വിവിധ മേഖലകളിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്തരം വന്യമൃഗങ്ങളുടെ ഈ കാർഷിക മേഖല തകർക്കുന്ന അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന രീതിക്കെതിരായി അതിനെതിരായിട്ടുള്ള അതിന്റെ സംരക്ഷണം, കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏരിയ പ്രസിഡന്റ് R. വരദരാജൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KP സുഭാഷ് കുമാർ, PK ബിനു, ഹസൻ, കോമളമൻ രുദ്ധൻ, വിപിൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്നാൽ സഹകരണ ബാങ്കുകൾക്ക് പണം കൊടുക്കാതെ ആ മേഖലയിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ പരിഹരിക്കുവാൻ നമ്മുടെ രാജ്യത്തെ ഭരണകൂടം തയ്യാറാകാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇന്ന് നിലനിൽക്കുകയാണ്. ഇത് മാത്രമാണോ? കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൃഷി ഇറക്കാൻ കഴിയാത്ത രീതിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുന്നു. നമ്മുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ സീതത്തോട്ടിലാണെങ്കിൽ ഈ അടുത്ത ദിവസം കാട്ടാന കയറി ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിലെ വാഴകൾ മുഴുവൻ നശിപ്പിച്ചു. റോഡ് നടന്നുപോയ ബൈക്കിൽ പോയ ഒരു ചെറുപ്പക്കാരനെ പുലി ആക്രമിച്ച് അയാളുടെ ഇടത് തോളലിന് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നമ്മുടെ അങ്ങാടി പഞ്ചായത്തിലാണെങ്കിൽ അവിടെ ഒരു കർഷകൻ പന്നിയുടെ ആക്രമണത്തിൽ അതിഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. താലൂക്കില് ഒരു കൃഷിയും ഇറക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാട്ടുപന്നികൾ എല്ലാ കൃഷികളും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നമ്മുടെ താലൂക്കിലെ എല്ലാ ഏരിയകളിലും ഇന്ന് പന്നിശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. 500, 1000 നോട്ടുകൾ അസാധുവാക്കിയത് മൂലം കർഷകർക്കുണ്ടായ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുക, കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, റബ്ബർ ഉത്തേജക പാക്കേജ് കാര്യക്ഷമമായി നടപ്പിലാക്കുക, റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുക, കർഷക പെൻഷൻ 1000 രൂപ ക്രമത്തിൽ അർഹരായ എല്ലാവർക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ രണ്ടാമത് പത്തനംതിട്ട ജില്ലാ സമ്മേളനം 23-ാം തീയതി തിരുവല്ല ശാന്തി നിലയം ഓഡിറ്റോറിയത്തിൽ നടക്കും. CITU ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം PJ അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ജനുവരി 4-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് കണ്ണങ്കരയിൽ വോട്ടെടുപ്പിന് മുൻപുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിനമായ 5-ാം തീയതി മദ്യനിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. സ്വന്തം ചിലവിൽ റോഡ് ടാർ ചെയ്ത് ഗ്രാമപഞ്ചായത്ത് അംഗം മാതൃകയായി. കടവുപുഴ മണ്ണാറത്തറ റോഡാണ് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അംഗം സ്വന്തം ചിലവിൽ ടാർ ചെയ്തത്. സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന കടവുപുഴ മണ്ണാറത്തറ റോഡിന്റെ 100 മീറ്റർ ഭാഗമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷിബു സാമുവൽ സ്വന്തം ചെലവിൽ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത്. 40,000 രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന ഈ റോഡിന് വീതി കൂട്ടുന്നതിന് തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് MLAക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് മെമ്പർ പറഞ്ഞു. പൂർണ്ണമായിട്ട് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് കിടക്കുകയായിരുന്നു. പല ഭാഗങ്ങളിലും ഇതിനു വേണ്ടി ഫണ്ട് ആവശ്യപ്പെട്ട് എന്നിട്ടും നല്ല ഒരു പ്രതികരണം ലഭിക്കാതെ വന്നത് നിമിത്തം
സ്വന്തം ചെലവിൽ ഈ റോഡ് പുനരുദ്ധരിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം 40,000 രൂപയോളം മുടക്കി കടവുപുഴ മുതൽ മണ്ണാർത്ര വരെയുള്ള ഭാഗത്തെ റോഡ് പുനരുദ്ധരിക്കുവാനായിട്ട് സാധിച്ചു. വരും ദിവസങ്ങളിൽ ഈ റോഡ് ഈ നാട്ടുകാർക്ക് കൂടുതൽ പ്രയോജനപ്രദമായി തീരുവാനായിട്ട് ഇടയായിട്ട് അനേക അപകടങ്ങൾ ഈ റോഡിൽ നടന്നു. അപകടങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശേഷിക്കുന്ന മണ്ണാർത്തറ കളകുറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് MLA, MP, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ ഫണ്ട് ലഭ്യമാക്കുന്നതിന് ശ്രമിക്കുന്നതായും ഷിബു സാമുവൽ പറഞ്ഞു. റാന്നി തോട്ടമൺ കൃഷിഭവനിൽ ടിഷ്യൂ കൾച്ചർ വാഴവിത്ത് വിതരണത്തിനെത്തിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് റാന്നി കൃഷി ഓഫീസർ ലാൽകുമാർ അറിയിച്ചു. വിത്തൊന്നിന് 5 രൂപയാണ് വില. ഇടവേള. ചൈതന്യ ആയുർവേദ ആശുപത്രി, പെരുമ്പുഴ, റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം, നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധിരോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ എസ് ദേവി, BAMS, MD. ചൈതന്യ ആയുർവേദ ആശുപത്രി, പെരുമ്പുഴ, റാന്നി. ഫോൺ 9447463103. വാർത്തകൾ തുടരുന്നു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിക്ക് മുൻപിൽ സ്ഥാപിച്ച കൽവിളക്ക് കൂദാശ ചെയ്തു. റാന്നിയിലെ സെന്റ് തോമസ് വലിയ പള്ളിക്ക് മുമ്പിൽ സ്ഥാപിച്ച കൽവിളക്ക് കൂദാശ ചെയ്തു. റോയ് മാത്യു മുളമൂട്ടിൽ കോർ എപ്പിസ്കോപ്പ, AT തോമസ് അറയ്ക്കൽ കോർ എപ്പിസ്കോപ്പ, വികാരി ഫാദർ തോമസ് എബ്രഹാം കടപ്പനങ്ങാട് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൂദാശ. നിന്റെ സ്ലീബായുടെ ചിറകൾ കാത്തുകൊള്ളണമേ. വിശുദ്ധ സ്ലീബായ ലഭ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അതിരവിലെയും ചിന്തകളുമാകുന്ന സുഗന്ധം നീ മൂലം പൂർത്തീകരിക്കപ്പെടുമാറാകണമേ. കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ കൽവിളക്ക് ഞങ്ങൾക്ക് അനുഗ്രഹം കോട്ടയുമായി തീരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിക്കുന്നതുമായ ശ്രീവാടെ അടയാളത്താൽ മുദ്രകുത്തപ്പെടുന്ന ഈ കൽവിളക്ക് എന്നേക്കും വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. കന്യകമറിയാമേ ഇടവക സെക്രട്ടറി TK കുര്യൻ, ട്രസ്റ്റി KA എബ്രഹാം കണ്ണങ്കര വടക്കൽ എന്നിവർ പങ്കെടുത്തു. നൂറുകണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിലായിരുന്നു കൂദാശ.
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ ബാലസമാജം 6ാമത് ത്രിദിന വാർഷിക ക്യാമ്പ് 26, 27, 28 തീയതികളിൽ റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ നടക്കും. 26-ാം തീയതി വൈകുന്നേരം 5:45 കാഞ്ഞിരപ്പള്ളി സഹായ മെത്രാൻ ഫാദർ മാർ ഡോക്ടർ ജോസ് പുളിക്കൻ ഉദ്ഘാടനം നിർവഹിക്കും. ജനതാദൾ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായി ടി ഗൈതവന, ജോൺ ശാമുവൽ, സിറാജ് ചുങ്കപ്പാറ, വൈസ് പ്രസിഡന്റുമാരായി ലിജി ചാക്കോ, VG കൃഷ്ണൻ, ട്രഷററായി KV വർഗീസ് എന്നിവരെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സാംസൺ മുക്കർണത്തെ നോമിനേറ്റ് ചെയ്തു. ജില്ലാ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന്റെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം 21-ാം തീയതി വൈകുന്നേരം 4:30 ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ നിർവഹിക്കുമെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. 2 നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ ബോർഡ് യോഗം വിളിക്കാനും അഭിഭാഷകർക്ക് ഇരിക്കുവാനുമുള്ള സൗകര്യമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണിക്കാണ് ബോർഡ് യോഗം ചേരുന്നത്. ചെറുകോൽ പഞ്ചായത്തിലെ വയലത്തലയിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ദേശീയ ഗാനത്തെ അപമാനിച്ചെന്ന കേസിൽ UAPA ചുമത്തിയ നടപടി വിവാദമായതോടെ മുഖ്യമന്ത്രി ഇടപെടുന്നു. KSRTC മിനിമം ചാർജ് വർദ്ധിപ്പിച്ചു. മിനിമം ചാർജ് ഇനി 7 രൂപ. നടപടി എണ്ണവില വർധനവിന്റെ പശ്ചാത്തലത്തിൽ. പൊട്ടിയ പൈപ്പ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ കുളി സമരം. നോട്ട് പ്രതിസന്ധി, കർഷക രക്ഷ തുടങ്ങിയ ആവശ്യങ്ങളുമായി കർഷക സംഘത്തിന്റെ DFO ഓഫീസ് മാർച്ച്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.